ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഫയർ ഷോ കാണാൻ പോണത് തന്നെയാണ്. അപ്പോൾ മുന്നത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണെന്നൊക്കെ പറയാം, ബിക്കോസ് മുന്നത്തെ ഫ്ലോപ്പായി പോയി. ഇതിനി എന്താവുമെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അൽസീഫിൽ ഫയർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സെക്കൻഡ് അറ്റംപ്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെ ആകാമെന്ന്. അപ്പോൾ ഇനിയിപ്പം ഇതിനി ഫ്ലോപ്പ് ആകുമോ എന്താവുമെന്നൊന്നും നമുക്കറിയത്തില്ല. അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കിനി ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ റെഡി ആവാനുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒന്ന് റെഡി ആയിട്ട് വരാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ദേരയിലുള്ള സംസം മന്തി റെസ്റ്റോറൻറ്റിലാണ്. ഉപ്പ് കുടിക്കുവാണോ ഗൈസ്? കഴിക്കും. അപ്പോൾ കേസ് നമ്മൾ വന്ന ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മജ്ലിസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ആ ടൈമിൽ അത് അവൈലബിൾ അല്ലായിരുന്നു. ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ആക്കുകയാണെങ്കിൽ അവരത് സെറ്റാക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചൂടോടെ സൂപ്പൊക്കെ സെർവ് ചെയ്തു. അപ്പോൾ നമ്മൾ സൂപ്പൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ മജ്ലിസും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് മാറി. പിന്നെ ഇവിടുത്തെ ആംബിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ഗൈസ്. നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. പിന്നെ അതുപോലെ തന്നെ പാർട്ടീസും ഒക്കെ നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ വന്ന ടൈമിൽ ഒരു ബർത്ത്ഡേ പാർട്ടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാവരും ഇരിക്കുകയാണ്. സൈഡ് ഡിഷസൊക്കെ വന്നു, അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വലിയ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ആൻഡ് മട്ടൺ പ്ലാറ്റർ ആയിരുന്നു. 3 ടൈപ്പ് റൈസൊക്കെ ആയിട്ട്. ഇതിൽ നമുക്ക് ഫിഷും ഉണ്ടായിരുന്നു ഈ ഒരു കോംബോ പ്ലാറ്ററിനകത്ത്. ബട്ട് നമുക്ക് ഫിഷ് നമ്മൾ അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ മട്ടൺ ആഡ് ഓൺ ചെയ്തു. അപ്പോൾ മട്ടൺ ഇനിയിപ്പോൾ എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം ആഡ് ഓൺ ചെയ്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിന് മുന്നേ ഈ ഒരു മാങ്ങായും ഉള്ളിയും കാന്താരിയൊക്കെ ഇട്ട് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. സൂപ്പറായിരുന്നു. പിന്നെ ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ലിമിറ്റഡായിട്ട് ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണെന്ന് അറിയത്തില്ല, നമ്മളെ കൊണ്ട് അത്രയും കൂടി കഴിച്ച് തീർക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു ഗൈസ്. നമ്മളെ കൊണ്ട് അത്രയും തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ? ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ? അയ്യോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ? ഞാൻ എപ്പോഴും അതാണ് എൻ്റെ ആൻസർ. ഞാൻ ഒരു ഫുഡും കൊള്ളാമെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ കുഴപ്പമില്ല. ഫുഡൊക്കെ കൊള്ളാം, നല്ല ഫുഡാണ്. പക്ഷെ കഴിച്ച് തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രമേ. അങ്ങനെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഡെസേർട്സ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്, ബട്ട് ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പറായിരുന്നു. എടാ വെയിറ്റ് ചെയ്യടാ, സമാധാനപ്പെടും. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമോ ഗൈസ്? അനക്കല്ലത് ഇവന് ചലനമില്ലേ? ഡേയ് ഇതെടുക്കാൻ പറ്റും. ഉടുപ്പിലൊന്നും മാറ്റിയില്ലല്ലോ. അപ്പോൾ കേസ് നമ്മുടെ പ്ലാൻ പ്രകാരം നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത് അൽസീഫിലോട്ടാണ്. നമുക്ക് ഫയർ ഷോ കാണണ്ടേ, സോ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാം. ഇന്നും കൂടെ നാളെ കാശ് കൊടുക്കണം. നാളെ മണിക്കൂറിന് 5 രൂപ അല്ലേ, 2 രൂപ. അതൊക്കെ നമ്മളെ നാട്ടിൽ അടി കിട്ടുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഇവരിവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ ഫുഡ് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഷാക്കു വന്ന് ഞങ്ങൾ കുറച്ച് നേരം നിന്നപ്പോൾ ഷാക്കുവിനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ നോക്കി ചിരിച്ചു. അപ്പോൾ അവളെ അങ്ങോട്ടേക്ക് വിളിച്ചു. അപ്പോൾ നോർമലി എവിടെയെങ്കിലും പോകുമ്പോൾ ഷാക്കുവിനെ വിളിക്കുന്ന ഫോട്ടോ എടുക്കാൻ എല്ലാവരും വിളിക്കാറുണ്ട്. അപ്പോൾ അവൾ വിചാരിച്ച് ഫോട്ടോ എടുക്കാനായിരിക്കും എന്ന് പറഞ്ഞ് ഷാക്കർ അങ്ങോട്ട് പോകുന്നതും കണ്ടു തിരിച്ചൊരു പ്ലേറ്റ് മുസംബി ആയിട്ടാണ് ഗൈസ് തിരിച്ചു വന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തതിൻ്റെ റിപ്ലൈ ആണ് നമ്മൾ ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക്. അയ്യോ തീർത്തു.
അറ്റ് ലാസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് ഫയർ വർക്ക് സ്റ്റാർട്ടായിരിക്കുകയാണ് ഗായ്സ്. കാണാൻ വേണ്ടി നമ്മൾ അപ്പോൾ ഗൈസ് ഫയർ വർക്ക് ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫയർ വർക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡഡ് ആയിരുന്നു. ഇവിടെ 2 to 3 മിനിറ്റ്സേ ഉണ്ടായിരുന്നു കേട്ടോ ഫയർ വർക്ക് ഷോ. അപ്പോൾ എന്തായാലും നല്ലതായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് പാളിപ്പോയാലും കുഴപ്പമില്ല, നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മൾ കണ്ടിട്ടാണ് ഗൈസ് തിരിച്ചു പോകുന്നത്. എന്തായാലും ഇത് ഫ്ലോപ്പ് ആയില്ല ഭാഗ്യത്തിന്. അപ്പോൾ എന്തായാലും ഫസ്റ്റിൽ എന്ത് പറ്റി, JBR എന്ത് പറ്റി ക്യാൻസൽ ആകാമെന്നുള്ള റീസൺ എനിക്ക് ഇതുവരെ അറിയത്തില്ല. എന്താണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും അത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞു. നമ്മൾ ദാണ്ടെ ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞ് വരികയാണ്. JBR കാണാൻ പറ്റാത്ത നമുക്ക് ഐസിൽ കാണാൻ പറ്റി. അപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷെ ആർക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. പോലീസ് കണ്ടപ്പോ പിടിച്ചു 2 രൂപ പണി കൊടുക്കും വരുമ്പോ. അൽ മക്തൂം അഹമ്മദ് കാക്ക അൽ മക്തൂം. ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറച്ച് നേരത്തെ ഫയർ വർക്ക് ഷോ ഉണ്ടായിരുന്നെങ്കിലും കൊള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു ദെൻ, ബൈ.